PV അൻവർ MLA തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അഭിഷേക് ബാനർജിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. PV അൻവർ തൃണമൂൽ കോൺഗ്രസ് കേരള സംസ്ഥാന കോർഡിനേറ്ററാകും. നാളെ മമതയോടൊപ്പം അൻവറിന്റെ വാർത്താ സമ്മേളനവുമുണ്ട്. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ മമത കേരളത്തിലെത്തുമെന്നുള്ള വിവരം കൂടി പുറത്തുവരികയാണ്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അനൂപ്, PV അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒടുവിലെത്തുന്നു എന്നുള്ളതാണ്. അതിൽ കേരളത്തിന്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയൊക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. പാർട്ടിയിൽ ഔദ്യോഗികമായിട്ട് അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? പക്ഷേ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ അംഗത്വം എടുക്കുന്നില്ല. പകരം സംസ്ഥാന കോർഡിനേറ്ററായി നിൽക്കാനാണ് മമതയുടെ നിർദ്ദേശം. അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അൻവറിനൊപ്പം ഇപ്പോൾ കൊൽക്കത്തയിലുള്ള ആളുകൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. എന്തായാലും ഇന്ന് കൊൽക്കത്തയിലെത്തിയ PV അൻവറും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുയായികളും മമതാ ബാനർജിയുമായും അഭിഷേക് ബാനർജിയുമായും കൂടിക്കാഴ്ച നടത്തി. അഭിഷേക് ബാനർജിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് കാര്യമായ ചർച്ചകൾ നടന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം എടുത്ത തീരുമാനമാണ് മമതാ ബാനർജി ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കേരളത്തിലേക്ക് എത്തും. കോഴിക്കോട്ടോ അല്ലെങ്കിൽ മലപ്പുറത്തോ ആയിരിക്കും ഒരു പൊതുസമ്മേളനം നടത്തുക. ആ പൊതുസമ്മേളനത്തിൽ വെച്ച് മമത കേരളത്തെ സംബന്ധിച്ച് ചില പ്രഖ്യാപനങ്ങൾ നടത്തും എന്ന് അൻവറിനൊപ്പമുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയാണ് ഇപ്പോൾ PV അൻവറിനുള്ളത്. തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയും PV അൻവർ ഏറ്റെടുക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. നാളെ ഉച്ചയോടുകൂടി PV അൻവറും മമതാ ബാനർജിയും ഒരുമിച്ചിരുന്ന ഒരു വാർത്താ സമ്മേളനം നടത്തും. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കൂടുതൽ സംസ്ഥാനത്തേക്ക് ഒരു MLA ഒക്കെ മറ്റൊരു സംസ്ഥാനത്തേക്ക് വരികയും കൂടുതൽ സംസ്ഥാനത്തേക്ക് വളരാനും കഴിയുന്ന ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് അതിനും അപ്പുറത്തേക്ക് ഇപ്പോഴും ബംഗാളിൽ മമതയ്ക്ക് ശത്രുവായി തന്നെ പ്രധാനപ്പെട്ട ഒരു ശത്രുവായി ഇടതുപക്ഷവും CPM ഉണ്ട്. ആ CPM-നെ അടിക്കാൻ കിട്ടുന്ന ഒരു വടി എന്നുള്ള നിലയിൽ മമത ഈ അവസരത്തെ നന്നായി വിനിയോഗിക്കും എന്ന നിലയിലുള്ള ഒരു ചിന്ത PV അൻവർ ഉണ്ടായിരുന്നു. കേരളത്തിലെ PV അൻവറിന്റെ മുന്നോട്ട് പോക്ക് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ CPM-നെ എതിരിട്ട് നിൽക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ DMK-യുമായി സംസാരിച്ചു. പക്ഷേ DMK അൻവറിനോട് പറഞ്ഞ കാര്യം, മാധ്യമങ്ങളോടും വ്യക്തമാക്കിയ കാര്യം, ഇടതുപക്ഷവുമായും പ്രത്യേകിച്ച് CPM-ഉമായും ഇന്ത്യ സഖ്യത്തിൽ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട്ടിലും CPM-ഉം CPI-യും DMK-യും ഒക്കെ ഒരു മുന്നണിയിലാണ്. അങ്ങനെ മുന്നണിയിലുള്ള ഒരു പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് വരുന്ന ഒരാളെ ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്നില്ല എന്ന് DMK ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അതിനുശേഷം കേരളത്തിൽ UDF-ഉമായി സഹകരിക്കാനുള്ള ശ്രമം PV അൻവർ നടത്തി. പക്ഷേ VD സതീശന്റെ നിലപാട്, ലീഗ് കാര്യമായി മുൻകൈ എടുക്കാത്തതൊക്കെ പരിഗണിച്ചാണ് വീണ്ടും തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു ചിന്തയിലേക്ക് അൻവർ പോയത്. UDF-ലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു ഘട്ടത്തിലാണ് ചർച്ചകൾ തൃണമൂൽ കോൺഗ്രസുമായി സജീവമാക്കിയപ്പോൾ തൃണമൂൽ കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് PV അൻവർ എത്തിയത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവറിനെ UDF ഒരു കാരണവശാലും സ്വീകരിക്കില്ല. അത് ദേശീയ തലത്തിൽ തന്നെയുള്ള കോൺഗ്രസിന്റെ നയത്തിന്റെ ഭാഗമാണ്. എന്തായാലും PV അൻവർ ഒറ്റയ്ക്ക് നിന്ന് തൃണമൂലിനൊപ്പം ചേർന്ന് കേരളത്തിൽ തൃണമൂലിനെ വളർത്താനുള്ള ശ്രമമാണ്. എത്ര കണ്ട് മുന്നോട്ട് പോകും എന്ന് ഇപ്പോൾ വിലയിരുത്താൻ കഴിയില്ല എങ്കിലും മമതാ ബാനർജി കേരളത്തിലേക്ക് എത്തുന്നു. ഒരു പുതിയ മൂവ്മെന്റ് ആക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമം അൻവറിന്റെയും മമതയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവും. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകുന്നത്. നിലവിൽ പാർട്ടിയുടെ കേരളത്തിന്റെ കോർഡിനേറ്റർ പദവിയിലേക്കാണ് PV അൻവർ എത്തുന്നത്. പക്ഷേ തൃണമൂലിലേക്ക് ഔദ്യോഗികമായി അംഗത്വം എടുത്തിട്ടില്ല. കാരണം ഇവിടെ അദ്ദേഹത്തിന് MLA സ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അൻവറിന്റെ ഓരോ നീക്കങ്ങളും. പക്ഷേ എങ്ങനെയാണ് അംഗത്വം പോലെയുള്ള ഇല്ലാത്തൊരാൾ കോർഡിനേറ്റർ പദവിയിലേക്ക് തുടരുകയും ഒപ്പം തന്നെ ഇവിടെ എങ്ങനെയായിരിക്കും അതിന്റെ നീക്കുപോക്കുകൾ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അൻവറിനൊപ്പം മമതാ ബാനർജിക്കൊപ്പം അൻവർ വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലേക്കും സജീവമാകുമോ എന്നൊക്കെ തന്നെ നമ്മൾ ഒരുപക്ഷെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ, മണിക്കൂറുകളിലൊക്കെ ലഭ്യമാകും.